പ്രിയപ്പെട്ടവർ, MT എന്ന മഹാപ്രതിഭയെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേട്ടതിനപ്പുറം ആ മഹാപ്രതിഭ മലയാളിയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം കൂടല്ലൂർ ഗ്രാമത്തിലെ കൂടല്ലൂർ ഗ്രാമത്തിൻ്റെ ചെറിയ ലോകത്ത് മാറി ബന്ധപ്പെട്ടിരിക്കുന്ന ആ പരിമിതിക്കപ്പുറം നമ്മൾ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളിലൂടെ വീഡിയോയിൽ നമ്മൾ കേട്ടതാണ്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ആ നിളാനദിയുടെ കഥാകാരനെ അനുസ്മരിക്കുന്നതിന് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹം നമ്മുടെ പ്രധാന അതിഥി പ്രൊഫസർ MN നാരായണൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലാണ് ജനിച്ചത്. അദ്ദേഹം പൊന്നാനി മുനിസിപ്പൽ ചെയർമാനായിരുന്നു. സാംസ്കാരിക രംഗത്ത് ഉഗാസയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമാണ്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ്. 1977 മുതൽ 2005 വരെ പൊന്നാനി MES കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. വാൾക്കണ്ണാടിയും പോക്കുഴലും, EMSൻ്റെ സംവാദങ്ങൾ, കലയും രാഷ്ട്രീയവും, കവിതയിൽ പുരോഗമന സാഹിത്യവും കേരളവും, നാടക സമീക്ഷ, നോവൽ സൗന്ദര്യവും വൈരൂപ്യവും, മാർക്സിസം ഒഴിഞ്ഞ മാർക്സിസം, പ്രതിവാദങ്ങൾ, നാലാം ലോകം, ഒരു വിചാരണ തുടങ്ങിയ പ്രധാന കൃതികളാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അധ്യക്ഷനായി കേരള സോഷ്യൽ സെൻറ്റർ പ്രസിഡന്റിനെ ക്ഷണിക്കും. മലയാള മിഷനെ പ്രതികരിച്ചുകൊണ്ട് KL ഗോപി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൗഷാദ് യൂസഫ് KC സെക്രട്ടറി. മലയാള മിഷൻ്റെ സെക്രട്ടറി ബിജിത്ത് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സൂരജ് പ്രഭാകരുടെ എത്തിയിട്ടില്ല തോന്നുന്നു. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സദസ്സിൻ്റെ അധ്യക്ഷനായി KSC പ്രസിഡന്റ് ബീരാൻകുട്ടി ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി പ്രൊഫസർ MN നാരായണൻ മാഷ്, മറ്റ് വേദിയിലുള്ള മലയാള മിഷൻ്റെ UA കോർഡിനേറ്റർ ശ്രീ KL ഗോപി, എൻ്റെ സഹപ്രവർത്തകരായ നൗഷാദ്, ബിജിത്ത്, സിയാദ്, ശ്രീ സൂരജ് പ്രഭാകർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് അൻസാരി സൈനുദ്ദീൻ അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് ഒരു മഹാപ്രതിഭയുടെ, മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ജ്ഞാനപീഠം കയറിയ സാഹിത്യകാരൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, പത്രാധിപർ എന്നീ എല്ലാ നിലകളിലും മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ശ്രീ MT വാസുദേവൻ നായരെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് ഇവിടെ അനുസ്മരണത്തിന് കിട്ടിയിട്ടുള്ളതും ഏറ്റവും അനുയോജ്യനായ പ്രൊഫസർ MN നാരായണൻ മാസ്റ്ററാണ്. അദ്ദേഹം MTയെക്കുറിച്ച് വിശദമായി സംസാരിക്കും. മാത്രമല്ല, നാം തുടങ്ങാൻ അല്പം വൈകിയതുകൊണ്ട് മാഷ് നാട്ടിലെ സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് ഉറക്കവും അതിൻ്റെ സമയം കഴിഞ്ഞു കൃത്യം 10 മണിക്ക് നാട്ടിൽ ഉറങ്ങി ശീലിച്ചിട്ടുള്ളതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മളൽപ്പം തുടങ്ങാൻ വൈകി. നമുക്ക് മറ്റ് ചില വിശിഷ്ടാതിഥികൾ കൂടെയുണ്ട്. പക്ഷേ നേരത്തെ അറിയാത്തതുകൊണ്ട് യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മീരാഭായ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവും കവിയും കൂടിയായ ജിനൻ മാഷ് തുടങ്ങിയവരുണ്ട്. പക്ഷേ
ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വേദിയിലേക്ക് വിളിക്കാൻ കഴിയില്ല, കാരണം മുൻകൂട്ടി പെർമിഷൻ എടുക്കാതെ സ്റ്റേജിൽ കയറ്റാൻ പറ്റില്ല. അവരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഇനി കൂടുതൽ MTയെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാം എല്ലാം കാത്തിരിക്കുന്ന അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി പ്രൊഫസർ നാരായണ മാഷെ ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ളവരെ, ഈ രാവേറെ ചെന്ന നേരത്ത് ഈ KSCയും ശക്തി തിയേറ്റേഴ്സും മലയാളം മിഷനും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള MT അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നൗഷാദിനോടൊരു പ്രത്യേകം, നൗഷാദിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കണം, സത്യം പറഞ്ഞാൽ. അല്ലാതെ ഈ പൊന്നാനിയിൽ നിന്ന് അബുദാബിയിൽ വന്നിട്ട് നാരായണ മാഷ MTയെ പറ്റി പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് നല്ല ബോധ്യം എനിക്കുണ്ട്. ഏതായാലും നിങ്ങളെയൊക്കെ കാണാനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും പുതിയ സൗഹൃദങ്ങൾ വിളക്കി എടുക്കാനും ഒക്കെ കിട്ടിയ ഒരവസരം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ യാത്രയെ യാത്ര മുതലായി എന്ന് കരുതുകയാണ്. ഞാൻ ഈ വിഷയം വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. സാധാരണ ഞാൻ ഈ ദീർഘമായി പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാട്ടോ. പക്ഷേ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഹ്രസ്വമായ ഒരു പ്രസംഗം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ മോഹം. ഇപ്പോൾ MT എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വെറുമൊരു ചെറുകഥാകൃത്തല്ല, അല്ലെങ്കിൽ നോവലിസ്റ്റല്ല. മലയാളത്തിൽ കഥ എഴുതുന്നവരുടെ കുലകൂടസ്ഥനാണ്, ഗണനാഥൻ MT. എനിക്ക് തോന്നുന്നു ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഇത്ര ചെറുപ്പത്തിൽ ഇത്ര പ്രശസ്തനായ മറ്റൊരു മലയാളം എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല. മലയാളത്തിൽ താരപദവിയുള്ള എഴുത്തുകാരുടെ ഗണം MTയുടെ മരണത്തോടുകൂടി അസ്തമിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. MT താരപദവിയുള്ള എഴുത്തുകാരനായത് അദ്ദേഹം സിനിമയ്ക്ക് കഥ എഴുതുകയും സിനിമ സംവിധായകൻ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് എന്ന് ചിലർ വിചാരിക്കും. അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നമ്മൾ നേരത്തെ കണ്ട ഡോക്യുമെൻ്ററി ഇതിൽ പറഞ്ഞതുപോലെ 1965 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മലയാള ചെറുകഥയുടെ രാജകുമാരനായി മാറിക്കഴിഞ്ഞിരുന്നു. MT വളരെ പ്രധാനപ്പെട്ട ഒരു കേരള ചരിത്രത്തിലും കേരള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലും ഒരു സംക്രമണ കാലത്തെയാണ് പ്രതികരിക്കുന്നത്. സംക്രമണം എന്ന് പറഞ്ഞാൽ എന്താ? പോകാൻ മടിച്ചു നിൽക്കുന്ന പഴയ കാലം, കടന്നു വരാൻ കൊതിക്കുന്ന പുതിയ കാലം. എന്നാൽ ഈ രണ്ട് കാലവും തമ്മിൽ സംഗമിക്കുകയാണ്. ആ സംഗമ ബിന്ദുവിൽ ഒരു റിവോൾവിംഗ് ഡോർ എന്ന് പറയും. ഒരു കാലം പോവുകയും മറ്റൊരു കാലം കടന്നു വരികയും ചെയ്യും. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളുടെ വിഹ്വലതകൾ, സന്ദിഗ്ധതകൾ, സന്ദേഹങ്ങൾ, ധർമ്മസങ്കടങ്ങൾ, ഇതാണ് MTയുടെ സാഹിത്യത്തിൽ MT തൻ്റെ കൃതികളിലൂടെ ആവർത്തിച്ച് ആഖ്യാനം ചെയ്തു.
ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ധർമ്മസങ്കടം എന്നൊരു വാക്ക് പറഞ്ഞു. ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ധർമ്മം എന്ന ചോദ്യം, എന്ന സന്ദേഹമാണ്. അത് തീരുമാനിക്കാൻ കഴിയാത്തതിൻ്റെ സംഘർഷമാണ് ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ. വാസ്തവത്തിൽ നമ്മുടെ ഇതിഹാസ കഥാപാത്രങ്ങൾ അഭിമുഖീകരിച്ച് ഇത്തരം ധർമ്മസങ്കടങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ അർജുനൻ്റെ സങ്കടം, അർജുനൻ്റെ സംഘർഷം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ, ഒരു കാലം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ നല്ല പ്രീ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കാലം ഒരു ഗോത്ര സമൂഹത്തിന് പകരം ഒരു വർണ്ണ വ്യവസ്ഥ കടന്നു വരുന്നു. അപ്പോൾ ഈ ഒരു കാലസംഗമം സൃഷ്ടിച്ച സംഘർഷങ്ങളാണ് മഹാഭാരതം അവതരിപ്പിക്കുന്നത്. എന്താണ് ധർമ്മം? അതാണ് മഹാഭാരതത്തിൽ ഉടനീളം ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ചോദ്യം. ഭാരതത്തിൻ്റെ ഇതിഹാസത്തിൽ കടന്നുപോയവർക്കറിയാം, അതിൻ്റെ ആദ്യത്തിൽ ഒരു ഡ്രീം ലൈക്കായിട്ടുള്ള, ഒരു സ്വപ്ന സന്നിഭമായിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്. ഇങ്ങനെ ആകാശഗംഗയുടെ തീരത്ത് ഒരു സ്ത്രീ, അതിസുന്ദരിയായ ഒരു സ്ത്രീ, അവളുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വീഴുക. ഈ കണ്ണീർ തുള്ളികളൊക്കെ സ്വർണ്ണത്താമരകളായിട്ട് മാറുക ഈ പുഴയിൽ. ഇതെന്തുകൊണ്ടാണ്, എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അതവിടെ ഒരു എപ്പിസോഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ, ഭാരതകഥയുടെ മറ്റൊരു സന്ദർഭത്തിൽ ധർമ്മപുത്രർ എന്ന് വിളിക്കുന്ന യുധിഷ്ഠിരൻ ഒരു യാഗം നടത്തുക. രാജസൂയം എന്ന് പറഞ്ഞ നമ്മുടെ ഇതിഹാസങ്ങൾ, ഈ മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ യാഗങ്ങൾ വളരെ പ്രധാനം. മഹാഭാരതം എന്ന് പറയുന്നത് യാഗത്തിലാണ് ആരംഭിക്കുന്നത്, യാഗത്തിലാണ് അവസാനിക്കുന്നത്. പല യാഗങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട യാഗമാണ് രാജസൂയം. ആ രാജസൂയ യാഗത്തിൽ വലിയ ദാനം കൊടുക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അതിഥികളെ സ്വീകരിച്ച് അവരുടെ കാല് കഴുകിച്ചിട്ട്, അന്നൊക്കെ ഈ ചെരുപ്പിടാതെ ആളുകൾ നടക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും, കാലൊക്കെ കഴുകിച്ച്, അങ്ങനെയാണ് ഈ അതിഥി പൂജയുടെ ഒരു. അപ്പം ഈ കാല് കഴുകിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ദാനം കൊടുക്കുന്നത്. അപ്പം ഈ അതിഥികളെ കാല് കഴുകിച്ച വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി വലിയ കനാല് വെട്ടിയിട്ടുണ്ട്. അതിലൂടെ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഈ കാല് കഴുകിച്ച വെള്ളം. അവിടെ ഒരു കീരി വന്നിട്ട് കുളിക്കുക, ഒരു കീരി. ഈ കീരി വെള്ളത്തിലൊന്ന് കുളിക്കും, എന്നിട്ട് ഈ കരയ്ക്ക് വന്ന് ഇരിക്കും, എന്നിട്ട് അതിൻ്റെ തന്നെ ശരീരത്തിലേക്ക് നോക്കുക. ഇതിങ്ങനെ കുറച്ചു നേരം കണ്ടപ്പോൾ ഈ രാജാവ് ചോദിച്ചു, എന്താ കീരി നീ കാണിക്കുന്നത്? അപ്പോൾ കീരി ഒരു കഥ പറയാം. ആ കീരി പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കീരി ഒരു ദിവസം ഒരു വീട്ടുമുറ്റത്തു കൂടെ ഓടിപ്പോയി. അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്തൊരു തുള്ളി വെള്ളം ഇങ്ങനെ പുരണ്ട് കിടന്നു. ആ വെള്ളത്തിൽ കൂടെ ഓടിപ്പോയപ്പോൾ ആ വെള്ളം പുരണ്ട ശരീരത്തിൻ്റെ ഭാഗമൊക്കെ സ്വർണ്ണമായി. അപ്പം ആ വെള്ളം എന്താ? അതിദരിദ്രനായ ഒരു മനുഷ്യൻ, അയാളുടെ കുടുംബം, ഭാര്യൻ്റെ കുട്ടികളുണ്ട്, ഒരു ഗതിയില്ല, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയോ യാചിച്ച് കിട്ടിയ ഒരു പിടി അരി വെച്ചിട്ട് ഭക്ഷണം, കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഒരു ഗസ്റ്റ് വരിക, ക്ഷണിതനായിട്ട്, എനിക്കെന്തെങ്കിലും തരണേ. അപ്പോൾ ഈ ആതിഥേയൻ ഈ അതിഥിയുടെ കാല് കഴുകിച്ച് അയാളെ അവിടെ ഇരുത്തിയിട്ട് തനിക്കും കുട്ടികൾക്കും കൂടി കഴിക്കാനുള്ള ഈ കഞ്ഞി കൊടുക്കുക സന്തോഷത്തോടു. ആ ഒരതിഥിയുടെ കാല് കഴുകിച്ച വെള്ളത്തിലൂടെ കടന്നു പോയപ്പോഴാണ് കീരിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം സ്വർണ്ണമായത്. അങ്ങനെ കീരി, അപ്പോൾ ഈ ശരീരത്തിൻ്റെ മറ്റേ ഭാഗം സ്വർണ്ണമല്ല എന്നുള്ളൊരു ഇതിനെന്താ മാർഗം ഒരു പക്ഷേ കീരി ഇങ്ങനെ അന്വേഷിച്ചെടുക്കുകയായിരിക്കും. അപ്പോഴാണ് വാർത്ത വരുന്നത്, എന്ത്? രാജസൂയം, ലക്ഷക്കണക്കിന് ആളുകളുടെ ദാനം
അപ്പം ദാനത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ഈ അതിഥികളുടെ മുഴുവൻ കാല് കഴുകിച്ച വെള്ളങ്ങനെ ഒഴുകൂടി. അപ്പോൾ അതിൽ പോയി കുളിച്ച സ്വർണ്ണമുണ്ട്. പക്ഷെ കുളിക്കണു, കരയ്ക്ക് കയറിയിരിക്കണു, നോക്കണു, പിന്നെയും കുളിക്കണു, കയറണു. പക്ഷെ ഒരു ഇഞ്ച് സ്ഥലം എന്താവില്ല, സ്വർണ്ണമാവില്ല. അപ്പോൾ ആ ആദ്യം പറഞ്ഞ സ്വർണം ഇവിടെ ഈ സ്വർണ്ണം. അപ്പോൾ ഇവിടെ സ്വർണം എന്ന് പറയുന്നത് ഈ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഒരു മെറ്റഫറാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഞാനിത് ഇത്ര വിസ്തരിക്കാൻ കാരണം, ഇപ്പോൾ കേരളത്തിലൊരു വലിയ തർക്കം നടക്കുന്നുണ്ട് ഈ സനാതനധർമ്മത്തെ കുറിച്ചിട്ടുള്ള. സനാതനധർമ്മം ഇപ്പം മഹാഭാരതം പറയണത് ധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം. സനാതനധർമ്മം, സനാതനമായിട്ട് ഒന്നുമില്ല, ധർമ്മമില്ല. ഓരോ കാലത്തിന് ധർമ്മം ഓരോന്നാണ്, ഓരോ യുഗത്തിനും ഓരോ ധർമ്മമാണ്. അതുകൊണ്ടാണ് പഴയ കാലം പോവുകയും പുതിയ കാലം കടന്നു വരികയും ചെയ്യുമ്പോൾ എന്തുണ്ടാവണത്, ഈ പഴയതാണോ ധർമ്മം, പുതിയതാണോ, ഏതാണ് മനസ്സിലാവുണ്ടോ പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ കൺഫ്യൂഷൻ. പഴയതെന്ന് പറയുമ്പോൾ പഴയത് പോകേണ്ടത് മുഴുവൻ പോകേണ്ടതാണോ, അതിൽ ചിതലരിച്ച് പോകേണ്ടതുണ്ടാവും, ചികഞ്ഞെടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ടോ, അതുപോലെ വരുന്നത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റുമോ? വൈലോപ്പിള്ളി പറഞ്ഞ പോലെ പുള്ളിമാനിൻ്റെ പിറകെ പുള്ളി ഉണ്ടാവും, വസന്തവായുവിൽ വസൂരി രോഗാണുക്കളുണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പോൾ വരുന്നത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റുമോ, പോകുന്നത് മുഴുവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമാണ്. മനസ്സിലാവുള്ളൂ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക, ഏതാണ് ഇതിഹാസ കൃതികളിലുള്ള ധർമ്മ വ്യസനം സമാനമായ അതാണ്. അതുകൊണ്ട് ഇവിടെ MT മഹാഭാരതത്തെ പുനരാഖ്യാനം ചെയ്തില്ലേ? അത് ചെയ്തെന്താ, അദ്ദേഹം താൻ ജീവിച്ച കാലത്തിൻ്റെ സന്ദർഭത്തിലേക്ക് ഈ ഇതിഹാസത്തെ ഇറക്കിക്കൊണ്ടുവരിക ചെയ്തു. MTയുടെ ഒരു നോവലിൻ്റെ പേര് കാലം എന്നാണ്. എനിക്ക് തോന്നുന്നത് MTയുടെ എല്ലാ കൃതികൾക്കും ആണെങ്കിൽ നമുക്ക് കാലം എന്ന് പറയാം. ആ കാലത്തിൻ്റെ ഇതിഹാസമാണ് അദ്ദേഹം എഴുതിയത്. ഇതിഹാസത്തെ കാലത്തിലേക്ക് കൊണ്ടുവരികയും കാലത്തിനൊരു ഇതിഹാസമാനം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് MTയെ വ്യത്യസ്തനാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പുരോഗമന സാഹിത്യത്തിൻ്റെ വേലിയിറക്കം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വേലി ഇറക്കം സംഭവിച്ച ഘട്ടത്തിലാണ് MTയുടെ സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത്. 1950-കളിൽ പുരോഗമന സാഹിത്യത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ അത് ശിഥിലമാവുന്ന ഘട്ടത്തിൽ വലിയൊരു സംവാദം ഇവിടെ നമ്മുടെ സാഹിത്യത്തിൽ നടന്നു. എന്തായിരുന്നു? പുരോഗമന സാഹിത്യത്തിലെ ഉള്ളടക്കത്തിൽ വലിയ മാറ്റം വരുത്തി. പക്ഷേ ഉള്ളടക്കത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് രൂപത്തിൽ മാറ്റം വന്നോ? മാറ്റം വന്നു. പക്ഷെ ആ വന്ന മാറ്റം അപര്യാപ്തമല്ലേ, അപൂർണമല്ലേ എന്ന ഒരു പ്രശ്നം അന്നത്തെ മലയാളത്തിലെ ഏറ്റവും വിഖ്യാതനായ സാഹിത്യ വിമർശകൻ ജോസഫ് മുണ്ടശ്ശേരി ഉയർത്തുന്നുണ്ട്. ഈ സാഹിത്യത്തിൻ്റെ രൂപവും ഭാവവും തമ്മിലുള്ള ഓർഗാനിക്കായിട്ടുള്ള ജൈവബന്ധം സംബന്ധിച്ച ആ ചർച്ച പിന്നീട് മലയാള സാഹിത്യത്തെ ഗുണപരമായി സ്വാധീനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഗുണഫലങ്ങളായിട്ട് നമ്മുടെ സാഹിത്യത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ തകഴിയുടെ ചെമ്മീൻ എന്നുള്ള നോവല്, പിന്നെ ചെറുകാടിൻ്റെ മണ്ണിൻ്റെ മാറിൽ എന്നുള്ള നോവൽ, SK പൊറ്റക്കാടിൻ്റെ ദേശത്തിൻ്റെ കഥ, MTയുടെ അസുരവിത്ത്, ഇങ്ങനെയുള്ള കൃതികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഈ ഒരു വിമർശനത്തിൻ്റെ, ഈ ഒരു വിചാരത്തിൻ്റെ, ഈ ഒരു സംവാദത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ള, നമ്മുടെ മലയാള സാഹിത്യത്തിന് കിട്ടിയിട്ടുള്ള ഗുണത്തിൻ്റെ ഉപലബ്ധിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ കാരണം, ഈ പുരോഗമന സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോവാണ് MT ചെയ്തത്. അന്യഥ ശിഥിലമാവുകയും ചെതറിപ്പോവുകയും ചെയ്ത പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ ആ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച സന്ദേശത്തെ ഏറ്റെടുക്കുകയും അതിനെ അനാഥമാകാൻ അനുവദിക്കാതെ തൻ്റേതായ സർഗജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്ത ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ എന്ന് ഞാൻ വിചാരിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ ഇവിടെ നിങ്ങൾ ഈ ഇതിൽ പറഞ്ഞു, ആദ്യത്തെ പുസ്തകം രക്തം പുരണ്ട മൺതരികൾ, രക്തം പുരണ്ട മൺതരികൾ. അതിൽ പറയുന്നുണ്ട്, ഇളം ചൂടുള്ള വെയിലണിഞ്ഞ ഒരു പ്രഭാതത്തിൽ 2 കൊല്ലത്തെ ജയിൽ ജീവിതത്തിന് ശേഷം ഞാൻ പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. ഇവിടെ ഇപ്പം ഈ നിങ്ങളുടെ ഈ കമൻറ്റിലും പറഞ്ഞു, ഈ MTയുടെ കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ്. അത് MTയുടെ കഥകളെ പറ്റിയിട്ടുള്ള എന്താ പറയുക, ഖണ്ഡനത്തിലും പറയും, മണ്ഡനത്തിലും പറയും. MTയുടെ കഥകൾ വെറും MTയുടെ ജീവിത കഥയാണ്, ആത്മകഥയാണ്, ആത്മാനുഭവങ്ങളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്തായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സായിട്ടും പറയാറുണ്ട്. എന്നാൽ ഈ കഥ, ഈ രക്തം പുരണ്ട മൺതരികൾ എന്നുള്ള കഥ, ഇതിലെ ഞാൻ എന്താ പറഞ്ഞ, ഞാൻ പുറത്തു വന്നു, ഈ ഞാൻ ആരാണ്? ഈ ഞാൻ MT അല്ല എന്നുള്ളതിന് ഈ കഥയും, ഈ കഥ എഴുതിയ ആളുടെ ജീവിത കഥയും ഈ ഞാൻ MT അല്ല എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. കഥയിലെ ഞാൻ പോരാളിയായ, തടവറയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഫലമായി തടവറയിൽ 2 കൊല്ലം കഴിച്ചു കൂട്ടിയിട്ട് പുറത്തു വരുന്ന ആളാണ്. എന്നാൽ ആ തടവറയിൽ നിന്ന് പുറത്തു വരുന്ന ഞാനല്ല ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഇയാൾ ഒളിവിലായിരുന്നു. ഇയാൾ ഒളിവിലിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് അഭയം നൽകിയ ഒരാളുണ്ട്, ഒരു ഗ്രാമവൃദ്ധനാണ്. ഇയാൾ പോലീസുകാരാൽ വേട്ടയാടപ്പെടുന്ന ആളാണ്. അങ്ങനെ പോലീസുകാർ പിന്തുടരുന്ന സമയത്ത്, ഓടി പോകുന്ന സമയത്ത് ഇയാൾ ഇയാൾക്ക് അഭയം കൊടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ ആ വീട്ടുകാരൻ ഇയാൾക്ക് അഭയം കൊടുത്തു എന്ന് മാത്രമല്ല, ഈ ഒളിവിലിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന് അഭയം നൽകിയതിൻ്റെ പേരിൽ പോലീസുകാർ തല്ലിക്കൊന്ന ആളാണ് ഈ വീട്ടുകാരൻ. അങ്ങനെയുള്ള ഒരു പതിത പാവന ജീവിതത്തിൻ്റെ കഥയാണേത് രക്തം പുരണ്ട മൺതരികൾ. ഇതിൽ പറയുന്നുണ്ട്, അയാൾ വിഖ്യാതനല്ല, അയാളുടെ മരണം പത്രങ്ങൾ ആഘോഷിച്ചില്ല, അയാളുടെ ചിതാഭസ്മം പുണ്യനദികളിൽ ആരും ഒഴുക്കിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഇത് വളരെ പ്രധാനം. കാരണം ഒരു ഘോഷയാത്ര പോകാതിരിക്കുക, ആ ഘോഷയാത്ര നയിക്കുന്ന ആളുകളെ മാത്രമാണല്ലേ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ നമ്മൾ ചാനലിലൊക്കെ അവരുടെ മുഖം മാത്രമേ കാണുള്ളൂ അല്ലേ? ലീഡ് ചെയ്യുന്നവരുടെ മുഖേ കാണൂ. അവരുടെ വീരകൃത്യങ്ങളാണ് ആഖ്യാനം ചെയ്യപ്പെടുന്നത്. ഇതാണ് ഒരു എഴുത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും പാരമ്പര്യം. ഇങ്ങനെ നായകന്മാരെയും അവരുടെ വീരകൃത്യങ്ങളെയും മാത്രം ആഖ്യാനം ചെയ്ത ഒരു പാരമ്പര്യത്തെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് പുരോഗമന സാഹിത്യം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. അതുവരെ സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടാത്ത ജീവിതത്തിൻ്റെ ഒരു വൻകരയെ അത് അല്ലേ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു കൊണ്ടുവന്നു. അതാണ് പുരോഗമന സാഹിത്യം ചെയ്തത്. ഇപ്പോൾ പാട്ടബാക്കി, ഞാൻ പൊന്നാനിയിൽ നിന്ന് വരുന്ന ആളാണ്. പൊന്നാനിക്കടുത്ത് ഒരു സ്ഥലത്ത് പറഞ്ഞ പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട് 1936 അവതരിപ്പിക്കുന്നത് കർഷക സംഘത്തിൻ്റെ ഒരു സമ്മേളനത്തിലാണ്. അപ്പോൾ ആ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം കൂടുകയാണ്. സ്വാഗത സംഘം എന്ന് പറഞ്ഞാൽ IMS, AKG, കെ ദാമോദരൻ, ഇവരൊക്കെയാണ് സ്വാഗത സംഘത്തിൻ്റെ ആളുകൾ. ഇതിൻ്റെ സംഘാടകരും ഒന്ന് തന്നെയാണ്. സ്വാഗത സംഘവും സംഘാടകരും അങ്ങനെ ഉണ്ടല്ലോ, നന്ദിയും സ്വാഗതവും അധ്യക്ഷനും എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവരെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ IMS പറഞ്ഞു ഒരു നാടകം വേണം സമ്മേളനത്തിൽ. അതിനുള്ള ഏതെങ്കിലും നാടകമായാൽ പോരാ, കൃഷിക്കാരുടെ ജീവിതം ചിത്രീകരിക്കുന്ന നാടകം. അപ്പം അങ്ങനെ ഒരു നാടകം മലയാളത്തിലില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായത് മലയാളത്തിൽ അങ്ങനെ നാടകമില്ല. എന്നാലോചിച്ച് നോക്കൂ. അന്ന് കേരളത്തിലെ
മഹാഭൂരിപക്ഷം ജനങ്ങളും ഒന്നുകിൽ കൃഷിക്കാരോ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. അന്നത്തെ കേരളമാണ്, 1930-കളിലെ കേരളമാണ്. അപ്പം ഈ മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളുടെ ജീവിതം എവിടെ ഇല്ല? സാഹിത്യം അതുവരെ ചിത്രീകരിച്ചിട്ടില്ല. അത് ചിത്രീകരിക്കുക, അതാണ് പാട്ടവാക്കി എന്നുള്ള നാടകം ചെയ്തിട്ടുള്ള ഒരു വലിയ മികച്ച ഒരു കലാസൃഷ്ടിയൊന്നുമില്ല. പക്ഷെ അതുവരെ സാഹിത്യോചിതമാണെന്ന് കരുതാത്ത സാധാരണ ഗ്രാമീണ കൃഷിക്കാരുടെ നാട്ടിൻപുറത്തെ പട്ടിണിപ്പാവങ്ങളുടെ ജീവിതം കലയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് പുരോഗമന സാഹിത്യം ചെയ്തത്. പക്ഷെ പുരോഗമന സാഹിത്യം പോലും ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്. അതെന്താ? ഈ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുക ഒരു ഘോഷയാത്ര സങ്കല്പിക്കുക. തെരുവിലൂടെ ഇരമ്പി കടന്നു പോകുന്നൊരു ഘോഷയാത്ര. പക്ഷെ ആ ഘോഷയാത്രയുടെ ഇതല്ല, ആ ഘോഷയാത്രയുടെ പോകുന്ന തെരുവിൻ്റെ ഓരത്ത് ഒതുങ്ങി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഘോഷയാത്രകളിൽ അവർ പങ്കാളികളല്ല, അവർ സാക്ഷികൾ മാത്രം. അവർ അപ്പോഴും സാഹിത്യത്തിലോ ചരിത്രത്തിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവരിലേക്ക് കണ്ണ് തിരിച്ചുവിട്ടു, സാഹിത്യത്തിൻ്റെ ഇത് തിരിച്ചുവിട്ടു എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത? എം.ടിയുടെ പ്രത്യേകത. അപ്പോൾ പുരോഗമന സാഹിത്യം നിർത്തിവെച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, മലയാള സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് എം.ടിയുടെ പ്രത്യേകത. നമ്മൾ പറയട്ടെ, നാടകത്തിൽ ആക്ഷൻ ഉണ്ട്, റിയാക്ഷനും. ഈ ആക്ഷൻ ഡയറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാലോ അത് ഇൻഡയറക്റ്റാണ്. അപ്പോൾ ചരിത്ര സൃഷ്ടിച്ച മഹാവ്യക്തിത്വങ്ങളെ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം അവരുടെ പ്രവൃത്തികൾ എങ്ങനെ സമൂഹത്തിൽ അതിൻ്റെ സാക്ഷികളിൽ പ്രതിഫലിച്ചു, അവരതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് അവതരിപ്പിക്കുന്ന ഒരു സവിശേഷമായ ഒരാഖ്യാന രീതിയാണ് ഈ എം.ടിയുടെ ഈ രക്തം പുരണ്ട മൺതരികളിൽ നമ്മൾ കാണുന്നത്. ഇതിൽ നായകനെ പറ്റി ഞാൻ പറഞ്ഞു, ഈ കഥയിലെ നായകൻ. ഇയാളുടെ രാഷ്ട്രീയം എന്താണെന്ന് ഇയാൾ പറയുന്നില്ല. വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒളിവിലാണ്, പോലീസ് പിടിക്കാൻ നടക്കണം. പക്ഷേ ഏതാണ് ഇയാൾ പാർട്ടി, അത് പറയുന്നില്ല. അത് വളരെ പ്രധാനം. ഒന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു, ഞാൻ കള്ളനല്ല, കൊലപാതകയല്ല. കഷ്ടപ്പെടുന്നവനെ ഓർത്ത് ഹൃദയം നൊന്തുപോയതാണ് എൻ്റെ കുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാ, ഇയാളുടെ രാഷ്ട്രീയം അവിടെ എന്താണെന്നുള്ളത് പറയുന്നില്ല. രണ്ട് കാരണങ്ങളുണ്ടതിൽ. ഒന്ന്, ഒളിവിലിരിക്കുന്ന ആൾ അയാളുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ പറ്റില്ലല്ലോ, അത് ഒളിവ് ജീവിതത്തിൻ്റെ ഒരു അച്ചടക്കമാണ്. രണ്ടാമത്, സാഹിത്യത്തിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രപരമായ ഒരു അച്ചടക്കമുണ്ട്. എന്താണ്? ഒന്നും ഡയറക്റ്റായിട്ട് പറയാതിരിക്കുകയാണ്, വാച്യമായിട്ട് പറയാതിരിക്കുകയാണ്, പ്രത്യക്ഷമായിട്ട് പറയാതിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ തൻ്റെ കൃതിയുടെ അല്ലെങ്കിൽ തൻ്റെ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ആഖ്യാനത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പ്രത്യക്ഷമായിട്ട് പറയാതെ എന്താണ്, കൃതിയിൽ നിന്ന് വായനക്കാരനെ അഭ്യൂഹിക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു രീതിയാണ് എം.ടിയുടെ മനസ്സിലാവുണ്ടോ പറഞ്ഞത്. മനസ്സിലാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ ഈ മനസ്സിലാവുണ്ടോ അത് ഞങ്ങൾ ഈ മാഷന്മാരുടെ ഒരു രീതിയാണ്. മനസ്സിലാവുണ്ടോ ചോദിക്കാം, അങ്ങനെ വിചാരിച്ചാൽ മതി, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ തരത്തിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഈ ഒളിവിലിരിക്കുന്ന ആൾ പോലീസുകാർ വേട്ടയാടപ്പെട്ട് ഓടി അവസാനം ഒരു മുളങ്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണ്, അതൊക്കെ രക്ഷപ്പെടണം. അപ്പോൾ അയാൾ നോക്കുന്ന സമയത്ത് ഇരുട്ടിൻ്റെ കറുത്ത യവനികയിൽ ഒരു സുഷിരം പോലെ ദൂരെ ഒരു കൊച്ചു ഗ്രഹത്തിൽ നിന്ന് വെളിച്ചം കാണുന്നു. ഞാൻ ആ പുരയുടെ നേരെ നീങ്ങി. ശ്രദ്ധിക്കുക, ഇരുട്ടിൻ്റെ കറുത്ത യവനികയിൽ ഒരു കൊച്ചു സുഷിരം കാണും പോലെ ഒരു കുടിലിൽ നിന്ന് ഒരു വെളിച്ചം കാണുന്നു. ഇത് കേരളത്തിലെ ചരിത്രത്തിലെ ഗംഭീരമായ ഒരു 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 കാലത്തിൻ്റെ മുഴക്കമാണ് ഈ വരിയിലുള്ളത്. എന്താ അത്?
ഈ ഒളിവിലിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനെ അവൻ അഭയം തേടിയത് എവിടെയാണ്? അയാൾക്ക് അഭയം കൊടുത്ത ആരാണ്? ഈ കുടിലിൽ നിന്ന് അരിച്ചിറങ്ങുന്ന വെളിച്ചമാണ് അയാളെ രക്ഷിച്ചത്. ഭരണകൂടം അതിൻ്റെ പെരുങ്കാലുകൊണ്ട് ചവിട്ടിയരയ്ക്കാൻ നോക്കിയ കേരളത്തിലെ ഈ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് ഈ കുടിലുകളിലും കൂരകളിലുമുള്ള ലക്ഷോപിലക്ഷം വരുന്ന സാധാരണ മനുഷ്യർ. അതാണ് ഇവിടെ MT കൃഷ്ണകുമാറിന് മനസ്സിലാവുണ്ടോ? ഇതാണ് അതിൻ്റെ. ഞാൻ ഓർക്കാണ്, തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒളിവിലിരിക്കുന്ന സമയത്ത് ശൂരനാട് സംഭവം കഴിഞ്ഞിട്ട് ഒളിവിലാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി കഴിയണം, എവിടെയാണ് താമസിക്കാൻ അവർ രക്ഷയില്ല. അപ്പോൾ ഇയാളുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് വലിയ വീടും പ്രമാണിയാണ്. അപ്പോൾ അവിടെ ആ രാത്രി ഒന്ന് കഴിക്കണം എന്ന് വെച്ചാൽ അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ ആ മുറി എവിടെ, ആ വീട്ടിലെവിടെയും ഒഴിവില്ല. ഒരിക്കലും ഭാര്യ പ്രസവിച്ച് കിടക്കുക, മറ്റോടത്ത് പെങ്ങൾ പ്രസവിക്കാൻ വന്നിറക്കുകയാണ്. അങ്ങനെ ചുരുക്കത്തിൽ ആ വീട്ടിലെ മുറികളിലൊന്നും ഇയാൾക്ക് ഒളിച്ചിരിക്കാൻ സൗകര്യമില്ല. അവസാനം ഇയാൾ അവിടുന്ന് പോവുക. അവിടുന്ന് പോയിട്ട് ഈ വലിയ വീടിൻ്റെ അപ്പുറത്ത് അതിൻ്റെ നിഴലിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുടിലുണ്ട്. ആ കുടിലിൻ്റെ മുറ്റത്തുനിന്ന് വാതിൽക്കൽ മുട്ടുക. അപ്പോൾ അവിടുന്ന് ആ കുടിലിൽ നിന്നൊരു ഒരാൾ വരിക. ഇവിടെ ഇരിക്കണം. അപ്പോൾ അയാൾ വേഗം അകത്തേക്ക് പോയിട്ട് കുറച്ച് അവിടെ എന്തൊക്കെയോ തട്ടുമുട്ടൊക്കെ ചെയ്തിട്ട് വരും. ഇപ്പോൾ കിടക്കാനൊക്കെ ഒരു അവിടെ പായില്ല, കട്ടിലില്ല, കിടക്കില്ല, ഒന്നുമില്ല. ആകത്ര വട്ട സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് ആടുണ്ട്, കോഴിയുണ്ട്, കുട്ടികളുണ്ട്, ചട്ടിയുണ്ട്, കലുണ്ട്, കെട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. ആകെ ഒരു വട്ടം. അതിനകത്താണ് ഇയാൾ ഈ ഒളിവിലിരിക്കുന്ന മനുഷ്യനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കിടക്കാനുള്ള ഏർപ്പാടൊക്കെ ഒരുങ്ങി. ഇയാൾ കടന്നോട് രാത്രി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിൻഭാഗത്തൊരു ചൂട്. അപ്പോൾ എഴുന്നേറ്റിട്ട് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഈ വീട്ടിലെ ഈ മുറിയിൽ അടുപ്പുണ്ട്. അടുപ്പ് കല്ല്, അടുപ്പ് ഉയർത്തിയിട്ടാണ്. അപ്പോൾ ഇയാൾക്ക് തൽക്കാലം ബുദ്ധി തോന്നി, ഇയാൾക്ക് കിടക്കാൻ സ്ഥലം കൊടുക്കണം. അപ്പോൾ ഈ അടുപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് തീയൊക്കെ കെടുത്തിയിട്ട് ആ അടുപ്പിൻ്റെ കല്ലുമ്പിൽ ഒരു പലക വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പായിട്ടിട്ടാണ് ഇയാൾ കിടക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ചൂട് വന്നപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഇതാണ്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് തോപ്പിൽ ഭാസി പറയുന്നത്. ആ കുടിലിൽ എനിക്ക് ആ രാത്രി അഭയം തന്ന കുടുംബത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് തോപ്പിൽ ഭാസി മൂലധനം എന്ന നാടകം സമർപ്പിക്കണം. ഇതിലായപ്പോൾ നോക്കൂ, ആ ഒരു സാഹിത്യ പാരമ്പര്യത്തിൻ്റെ പതാകയാണ് ഈ രക്തം പുരണ്ട മണ്ഡരികൾ എന്ന ചെറുകഥ എഴുതിയപ്പോൾ MT ഉയർത്തിപ്പിടിച്ചത്. ഈ കഥയുടെ അവസാനത്തിൽ ഈ കഥയിലൊരു അലരിമരമുണ്ട്. അലരി എന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കളാണ്. ചുവന്ന പൂക്കൾ സമൃദ്ധിയായി വിടർന്നു നിൽക്കുന്ന ഒരു അലരിമരമുണ്ട്. അത് നേരത്തെ തന്നെ പറയുന്നുണ്ട്, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അലരിമരം. കഥയുടെ അവസാനം ഇയാൾ ഒളിവിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇയാൾ ഈ പഴയ ഒളിവിലിരിക്കുന്ന ആളുടെ വീട് സന്ദർശിക്കുക. അപ്പോൾ ആ വീടൊക്കെ പൊളിച്ചു വന്നിരിക്കും. ഇയാളെ അവിടെ അയാളെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇയാളെ പിടിച്ചതിന് ശേഷം അയാളെ തല്ലിക്കൊന്നു. ആ അലരി മരത്തിൻ്റെ ചോട്ടിലിട്ടിട്ടാണ് പോലീസ് ഇയാളെ തല്ലിക്കൊന്നത്. ആ അലരി മരത്തിൻ്റെ ചോട്ടിൽ ധാരാളം ചുവന്ന പൂക്കൾ ചിതറി കിടക്കുന്നുണ്ട്. ഈ വൃദ്ധൻ്റെ ചോര പുരണ്ടതാണ് ആ മണ്ണ്. ആ അലരി മരം വെച്ചത് ഈ വൃദ്ധൻ്റെ മകനാ അപ്പു. അവനില്ല അപ്പോൾ. ആ അലരി മരം ആദ്യമായി പൂത്തത് ഇയാളുടെ ഭാര്യ ലക്ഷ്മി മരിച്ച ദിവസം. ആ അലരി മരത്തിൻ്റെ ചോട്ടിലാണ് ഇയാൾ തല്ലി കൊന്നത്. അയാളുടെ ചോര, ഈ പൂക്കൾ ചിതറിക്കിടക്കുന്ന മണ്ണിൽ അയാളുടെ ചോരയും ചിതറിക്കിടക്കുന്നുണ്ട്. ആ അലരി ചോട്ടിൽ വെച്ചിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ കഥ അപ്പോൾ എന്താണ്? കേരള ചരിത്രത്തിലെ ഒരു പീഡനകാലത്തിൻ്റെ സ്മാരകം പോലെ MT ഉയർത്തിയ ഒരു വാങ്മയ ഗോപുരമാണ് ഈ കഥ. ഞാൻ ഒരു കാര്യം കൂടി
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഈ ഒരു തീം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു സാധനമുണ്ട്, ഈ ഒരു ആന്തരികമായ രാഷ്ട്രീയം എന്ന് പറയാം. കവിതയുടെ ഹൃദയമായിട്ടുള്ള സാഹിത്യത്തിൻ്റെ ഈ MT സാഹിത്യത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയം, അത് രക്തം പുരണ്ട മണ്ഡലികളെന്ന ആദ്യ കൃതിയിൽ മാത്രമല്ല, തൻ്റെ സാഹിത്യ ജീവിതത്തിലുടനീളം ഈ ഒരു നിലപാട് അദ്ദേഹം ഒരു സന്ദർഭത്തിലും ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് തന്നെ എഴുതപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പല കഥകൾ, മോക്ഷത്തിൻ്റെ പടിവാതിൽ, പള്ളിവാളും കാൽച്ചിലമ്പും, വിശക്കാത്ത ദൈവങ്ങൾ തുടങ്ങിയ കഥകൾ വായിക്കുക. 4 കെട്ട് മുതൽ വാരാണസി വരെയുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിക്കുക. അവിടെ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കലാപത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് കാണാൻ പറ്റും. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. MT മരിച്ചതിന് ശേഷം മാത്രമല്ല, MT ജീവിച്ചിരിക്കുന്ന കാലത്ത് തുടങ്ങി വയ്ക്കുകയും എന്നാൽ MTയുടെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ ശക്തിപ്പെടുകയും ചെയ്ത MTക്കെതിരായിട്ടുള്ള ഒരു വലിയ വിമർശനമുണ്ട്. അതിനോട് കൂടി പ്രതികരിച്ചിട്ട് ഞാൻ എൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കാം. എന്താണ് വിമർശനം? MTയുടെ സാഹിത്യത്തിൽ ഒരുതരം ഇസ്ലാമോഫോബിയ എന്താണ്? ഇസ്ലാമോഫോബിയ എന്താണെന്ന് അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മലയാളികൾ ആമൂലാഗ്രം ആരാധിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ ചിത എരിഞ്ഞടങ്ങും മുമ്പ് സ്വന്തം മനസ്സിലെയും കയ്യിലെയും ചളി മുഴുവൻ ആ ദീപ്തസ്മരണയുടെ മുഖത്ത് വാരിത്തേക്കാൻ നമ്മുടെ മാധ്യമങ്ങളിൽ തിക്കിത്തിരക്കിയ ആൾക്കൂട്ടമുണ്ടല്ലോ, അത് മലയാളിയുടെ സംസ്കാര ലോപത്തിൻ്റെ നടുക്കുന്ന അവസാനത്തെ തെളിവാണ്. MT ഇസ്ലാമോഫോബിയാണ് MTയുടെ സാഹിത്യം എന്ന് പറയുന്ന ആളുകൾ ഉന്നയിച്ച ഒരാശയം, ഒരു അഭിപ്രായം. MTയുടെ 4 കെട്ട് എന്ന് പറഞ്ഞ നോവലാണ് അതിനെ ഒരു ആധാരാക്കുന്ന ഒരു കൃതി. അപ്പം 4 കെട്ടിൽ സൈതാലിക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഈ സൈതാലിക്കുട്ടിയെ പറ്റിയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, സൈതാലിക്കുട്ടി ആ നോവലിലെ നായകനായ അപ്പുണ്ണിയുടെ അച്ഛനായ കോന്തുണ്ണി നായരെ കൊന്നാണ്. അപ്പുണ്ണിയുടെ അച്ഛൻ്റെ കൊലയാളിയാണ് ആര്? ഈ സൈതാലിക്കുട്ടി. അപ്പോൾ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സൈതാലിക്കുട്ടി പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ അങ്ങനെയല്ല, അയാൾ കൊലയാളി എന്നല്ല തോന്നുക. അയാൾ വളരെ മനുഷ്യപ്പറ്റുള്ള പരോപകാരിയായ സ്നേഹശീലനായ ഒരാളാണ്. പക്ഷേ ഇയാൾ കൊലയാളിയാണെന്ന് നോവലിൽ പറയുന്നുണ്ട്. അത് ഈ പരോപകാരിയും മനുഷ്യപ്പറ്റുള്ളവരുമായ സൈതാലിക്കുട്ടിയെ ഒരു കൊലയാളിയാക്കിയത് MTയുടെ എന്താണ് ഇസ്ലാമോഫോബിയ ആണ്. അപ്പോൾ ഇയാൾ പ്രത്യക്ഷമായിട്ട് ഇയാൾ വളരെ പരോപകാരി മനുഷ്യസ്നേഹിയായ ഒരാളാണ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇയാൾ കൊലയാളിയാണെന്ന് പറഞ്ഞത്. അപ്പം ഇത് രണ്ടും തമ്മിൽ എന്തില്ല? പൊരുത്തമില്ല. ഈ പൊരുത്തക്കേട് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിയൊക്കെ MTക്കുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള രചനാ സാമർഥ്യം ആർക്കുണ്ട്? MTക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടത് പരിഹരിച്ചില്ല? ഇതാണ് ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം. അപ്പോൾ ഈ സൈതാലിക്കുട്ടി കൊലയാളിയാണെന്ന് പറയുന്നത്, ഈ നോവലിലൊരു കഥാപാത്രമുണ്ട്, മുത്താച്ചി എന്നാണ് പറയാം, മുത്തശ്ശി, ഒരു നാടൻ മുത്തശ്ശി. നമ്മുടെ ഈ പഥേർ പാഞ്ചാലിയിലൊക്കെ ഇല്ലേ ഒരു വൃദ്ധ, ഇങ്ങനെ ഈ അപ്പുവിൻ്റെ കുടുംബത്തിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നൊരു വൃദ്ധയുണ്ട്. സമാനമായിട്ടുള്ളൊരു കഥാപാത്രം, ഒരു ഗ്രാമവൃദ്ധ. ഈ ഗ്രാമവൃദ്ധ പറയുന്ന കഥകളിലാണ് ഈ സൈതാലിക്കുട്ടി കോന്തുണ്ണി നായരുടെ കൊലയാളിയാണ്. കോന്തുണ്ണി നായരുടെ കൊലയാളിയാണ് സൈതാലിക്കുട്ടി എന്നുള്ളത് മാത്രമല്ല ഈ മുത്തശ്ശിയുടെ കഥയിൽ പറഞ്ഞത്. ഈ അപ്പുണ്ണിയുടെ അമ്മയുടെ വീടായിട്ടുള്ള 4 കെട്ട് അഷ്ടൈശ്വര്യ സിദ്ധികളുള്ളതാണ്. കത്തി നിന്നൊരു തറവാടാണ് കേട്ടോ. അപ്പോൾ ഈ 4 കെട്ട് അഷ്ടൈശ്വര്യ സിദ്ധികളുള്ളതാണെന്നും സൈതാലിക്കുട്ടി ദുഷ്ടമൂർത്തിയാണെന്നും പറയുന്നത് ആരാണ്? ഈ മുത്താശ്ശിയാണ്. മുത്താശ്ശിയുടെ കഥകളിലാണ്. വാസ്തവത്തിൽ ആ കഥ എന്ന് പറയുന്നത് ഈ കഥയിലെ ഒരു മറ്റൊരാഖ്യാനമാണ്. ശരിക്കും പറഞ്ഞാൽ
ഈ കഥയുടെ പൊതു ആഖ്യാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു നറേഷനാണ് എന്ത് ഈ മുത്തശ്ശിയുടെ കഥ. ആ മുത്തശ്ശിയുടെ കഥയിലാണ് എന്ത് ഈ നാലുകെട്ട് അഷ്ടൈശ്വര്യ സിദ്ധികളിലതും സൈതാലിക്കുട്ടി കൊലയാളി. അതുകൊണ്ട് ഈ കുട്ടി കഥ കേട്ടിട്ട് വളരുന്നത്. അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്താണ് നാലുകെട്ടിനോട് ആരാധനയും സൈതാലിക്കുട്ടിയോട് പകയുമാണ്. മനസ്സിലായി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആരാധന മൂത്തിട്ട് ഇയാൾ നാലുകെട്ടിലേക്ക്, വലിയമ്മാമനാണ് നാലുകെട്ടിൻ്റെ അധിപൻ, ഈ വലിയമ്മാമനെ അറിയാതെ ഒളിച്ചു കടന്നു ഈ കുട്ടി നാലുകെട്ടിലേക്ക്. എൻ്റെ കഥയിലേക്കൊന്നും ഞാൻ പോകണ്ട. അങ്ങനെ ഈ കുട്ടി അവിടെ നിന്ന് നാലുകെട്ടിലെ നാലറയത്തെ എല്ലാവരും കൂടിയിട്ട് കഞ്ഞി കുടിക്കാതിരിക്കുക, മരുമക്കളെ ചെറിയ കുട്ടികളൊക്കെ. അപ്പോൾ ഇവനും അവിടെ പോയി കഞ്ഞി കുടിക്കുക. അപ്പോൾ വലിയമ്മാമൻ ഇവനെ കണ്ടുപിടിച്ചിട്ട് ഒരു പുഴുത്ത പട്ടിയെ പോലെ ആട്ടി ഇറക്കി ഇവനെ. അങ്ങനെ ഈ നാലുകെട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ട കുട്ടി തെരുവിൽ വന്ന് വീഴുമ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് വന്ന് ഈ കുട്ടിയെ രക്ഷിക്കുന്നതും കുട്ടിയെ സാന്ത്വനിപ്പിക്കുന്നതും കുട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? സൈതാലിക്കുട്ടിയാണ്. മനസ്സിലായി? അപ്പം ഇതോടുകൂടിയാണ് ഈ അപ്പുണ്ണി അവൻ്റെ കെട്ടുകഥയുടെ ലോകത്തു നിന്ന് പുറത്തു കിടക്കുന്നത്. മനസ്സിലായോ? ഇപ്പം എന്താ സംഭവം? ഈ പിതൃഹനനം, അച്ഛനെ കൊല്ലുക എന്നുള്ളത്. അച്ഛനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അച്ഛനെ കൊല്ലുക എന്നല്ല. പിതൃഹനനം എന്ന് പറഞ്ഞാൽ പൈതൃക ഭഞ്ജനം എന്നർത്ഥം. പൈതൃകത്തെ, പാരമ്പര്യത്തെ ഭഞ്ജിക്കുക, മുറിച്ചു കളയുക. പൈതൃകം ഭജിക്കാനുള്ളതാണ്, ആരാധിക്കാനുള്ളതാണ് എന്ന് വിശ്വസിച്ച കാലത്ത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാലുകെട്ട് അഷ്ടൈശ്വര്യ സിദ്ധികളുള്ളതാണ്. സൈതാലിക്കുട്ടി കൊലയാളിയാണ്. എന്നാൽ ഈ പൈതൃകം ഭജിക്കാനുള്ളതല്ല, ഭഞ്ജിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഈ നാലുകെട്ടിനോട് ഈ കുട്ടിയുടെ ആരാധന വറ്റുപോവുകയും ഈ സൈതാലിക്കുട്ടിയോടുള്ള ഇയാളുടെ പക എന്തായിട്ട് സ്നേഹമായിട്ട്, ആരാധനയായിട്ട്, എന്താണ് എന്താ പറയുക, കടപ്പാടായിട്ട് ഒക്കെ മാറുകയും ചെയ്യും. ഇങ്ങനൊരു മെറ്റമോർഫോസിസ് ആർക്ക് സംഭവിക്കുന്നുണ്ട്? ആ പുണ്ണിക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ പിതൃഹനനം എന്നുള്ളത് പൈതൃക ഭഞ്ജനം എന്ന ആശയത്തിൻ്റെ മെറ്റഫറാണ്. അല്ലാണ്ട് അച്ഛനെ കൊല്ലുക പറഞ്ഞാൽ അച്ഛനെ കൊല്ലില്ല മനസ്സിലാവുണ്ടോ പറഞ്ഞു. അച്ഛനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? പൈതൃകത്തെ ഭഞ്ജിക്കുക, ട്രഡീഷനെ പൊളിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ പൈതൃകം ഭജിക്കാനുള്ളതാണ് എന്ന് കണ്ടപ്പോൾ ഇയാൾക്ക് ആ കാലത്ത് ഇയാളോട് അങ്ങനെയാണ്. നേരെ മറിച്ച് പൈതൃകം ഭഞ്ജിക്കാനുള്ളതാണെന്ന് മനസ്സിലായപ്പോഴോ സൈതാലിക്കുട്ടികളുടെ മനോഭാവത്തിലും മാറ്റം വന്നു, നാലുകെട്ടിലുള്ള മനോഭാവത്തിലും മാറ്റം വന്നു. ഈ സൈതാലിക്കുട്ടി ആരാണ്? ഈ അപ്പുണ്ണിക്ക് ആദ്യം ആരാധ്യമായി തോന്നിയ അതേ പൈതൃകത്തെ കാലേ ഭഞ്ജിച്ച് പുറത്തു വന്ന ആളാണ് ആര്? മനസ്സിലാവുണ്ടോ പറയണം? ഞാനത് വിശദീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിച്ചത്. അപ്പുണ്ണി ആരാധ്യമായി കരുതിയ ഈ നാലുകെട്ടിൻ്റെ പാരമ്പര്യത്തെ കാലേ പൊട്ടിച്ച് പുറത്തിറങ്ങുന്ന ആളാണ് ആര്? സൈതാലിക്കുട്ടി. ഈ കുട്ടിക്ക്, ഈ അപ്പുണ്ണിക്ക് അനുഭവത്തിൻ്റെ അടിയേറ്റിട്ട് ഈ പൈതൃകം ഭജിക്കാനുള്ളതല്ല, ഭഞ്ജിക്കാനുള്ളതാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ അയാൾ സൈതാലിക്കുട്ടിയുടെ അനുഗാമിയാവുക. സൈതാലിക്കുട്ടിയും അയാളും ഒരേ തോണിയിലെ യാത്രക്കാരാവുകയാണ്. ഈ നോവലിൻ്റെ അവസാനത്തിൽ അപ്പുണ്ണി പറയുന്നുണ്ട്, അല്ല നോവലിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, തറവാട്ടുകാരാണത്രേ. തറവാട്ടുകാരായാൽ പോരാ, മനുഷ്യരാവും. ഉണ്ടോ? അപ്പം ഈ തറവാടിത്തത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള ദൂരമാണ് ഈ നോവലിൽ അപ്പുണ്ണി നടന്ന് തീർക്കുന്നത്. ഈ നോവലിൻ്റെ അവസാനത്തിൽ അപ്പുണ്ണി പറയുന്നുണ്ട്, ഈ നാലുകെട്ട് പൊളിക്കണം. നാലുകെട്ടിൻ്റെ ഉടമയായാൽ അപ്പം നാലുകെട്ട് പൊളിക്കണം, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്നൊരു വീടുണ്ടാക്കണം. അപ്പോൾ നാലുകെട്ട് താമസിച്ചിരുന്നവരാരാ? ശ്രദ്ധിക്കണത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. EMS പണ്ട് 1944 പട്ടാമ്പിക്ക് അടുത്ത് ഓങ്ങല്ലൂർ വെച്ച് നടന്ന നമ്പൂതിരിമാരുടെ ഒരു സമ്മേളനം, യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. വിഖ്യാതമായൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ EMS പറഞ്ഞു, നമ്പൂതിരി മനുഷ്യനാവണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മുന്നിലിരിക്കുന്നതൊക്കെ നമ്പൂരാരാണ്. അവരെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്, നമ്പൂരി മനുഷ്യനാവണം. ഉണ്ടോ? ധർമ്മിയിലൊരു ഒരു വിമർശനം എന്താ ഉള്ളത്? അപ്പോൾ എന്താ നമ്പൂരി മനുഷ്യനല്ല? നമ്പൂരിക്ക് മനുഷ്യരുടെ രൂപമൊക്കെ ഉണ്ട്.
പക്ഷെ മനുഷ്യത്വം വറ്റിപ്പോയിരിക്കും. എന്താ കാരണം? നമ്പൂതിരി മറ്റു മനുഷ്യരുടെ വേർപ്പ് എൻ്റെ വില അനുഭവിക്കുന്നതാണ്. അതാണ് നമ്പൂരിയുടെ പ്രശ്നം. അതുപോലെ ഈ നാലുകെട്ടിലുള്ളവരും അതാണ് മനസ്സിലാവട്ടവർ. അതാണ് നാലുകെട്ടിൽ ഉള്ളവർ. നാലുകെട്ടായ പോരാ, മനുഷ്യരാവും. അപ്പോൾ മനുഷ്യർക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കുക, നാലുകെട്ട് പൊളിച്ചിട്ട് കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു വീട്. ഇത് കേരള ചരിത്രത്തിൽ സംഭവിച്ച ഒരു വലിയ മാറ്റമാണ്. ഇതാണ് നവോത്ഥാനം. അപ്പോൾ നാലുകെട്ട് പൊളിച്ച് പുതിയ കാറ്റും വെളിച്ചവും കിടക്കുന്ന മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഭവനം പണിയണം എന്ന ഈ അപ്പുണ്ണിയുടെ ധീരനിശ്ചയം 1950 ഓടുകൂടി മലയാളി തീരുമാനിക്കുകയും മലയാളി പൊളിച്ച് പണിയാൻ ശ്രമിക്കുകയും ചെയ്ത നവകേരളത്തിൻ്റെ മെറ്റഫറാണ് എന്ത്? ഈ അപ്പുണ്ണി പണിയാൻ ശ്രമിച്ച പുതിയ വീട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4ാമത്തെ തവണ കേട്ടോ. ഈ എംഗൽസിൻ്റെ വിഖ്യാതമായ ഒരു പ്രയോഗമുണ്ട്. ലുഡ്വിഗ് ഫോയർബാക്ക് ആൻഡ് ദ എൻഡ് ഓഫ് ക്ലാസിക്കൽ ജർമ്മൻ ഫിലോസഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം നടത്തിയ ഒരു കമൻ്റ് ഉണ്ട്. അതിതാണ്, ഏതാണ്ട് ഇങ്ങനെയാണ്: ഒരു രാഷ്ട്രീയമോ നിയമപരമോ ആയ ഒരു രേഖ പോലെ സുതാര്യമോ സുവ്യക്തമോ അല്ല സാഹിത്യം. അത് സങ്കീർണവും സാന്ദ്രവും ആണ്. എംഗൽസ് പറഞ്ഞാണേ. എന്താണ്? രാഷ്ട്രീയമോ നിയമപരമോ ആയ ഒരു ഡോക്യുമെൻ്റ് പോലെ സുതാര്യമോ സുവ്യക്തമോ അല്ല സാഹിത്യം. അത് സങ്കീർണവും സാന്ദ്രവും ആണ്. മുണ്ടശ്ശേരി പണ്ട് പറഞ്ഞിട്ടുണ്ട്, വായനക്കാർ എഴുത്തുകാരാവട്ടെ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വാസ്തവത്തിൽ വായനക്കാർ എഴുത്തുകാരായിട്ടുണ്ട് ഏറെക്കുറെ. ഈയിടെ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ അവിടെ ആ മണ്ഡലത്തിലെ ഈ എഴുത്തുകാരുടെ ഒരു സംഘമാണ്. ഏതാണ്ട് ഒരു 10-500 ആളുടെ, എല്ലാവരും എഴുത്തുകാരാണ്. എല്ലാവരും ഒരു 1/2 ഡസൻ പുസ്തകങ്ങളും മിനിമം എഴുതിയിട്ടുണ്ട്. അവരുടെ പുസ്തകമൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഏതാണ്ട് എഴുത്തുകാരൊക്കെ എന്തായിരിക്കണം, അല്ല വായനക്കാരൊക്കെ എഴുത്തുകാരായിക്കഴിഞ്ഞു. മുണ്ടശ്ശേരി പണ്ട് പറഞ്ഞു. പക്ഷേ എനിക്കതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം, മുണ്ടശ്ശേരി പറയാത്തൊരു കാര്യം, വായനക്കാർ എഴുത്തുകാരാവട്ടെ, നല്ല കാര്യം. പക്ഷെ എഴുത്തുകാരാവുന്നതിന് മുമ്പ് സാഹിത്യം വായിക്കാൻ പഠിക്കണം. ഞാൻ ഈ എംഗൽസിനെ ഉദ്ധരിച്ച അതിനു വേണ്ടിയാണ്. സാഹിത്യം വായിക്കാൻ പഠിക്കണം. സാഹിത്യം വായിക്കാൻ സാക്ഷരത മാത്രം പോരാ. അതിനെന്ത് വേണം? ലിറ്ററസി പോരാ, ലിറ്റററി ലിറ്ററസി, സാഹിത്യ സാക്ഷരത ഉണ്ടാവും. അങ്ങനെയാണ് സാഹിത്യം വായിക്കാൻ പറ്റും. MTയുടെ സാഹിത്യ ഭാവന ഒരു കൂട്ടിൽ ഒതുങ്ങാത്ത, ആർക്കും ചിറകരിയാൻ കഴിയാത്ത ഒരു ശാരികയാണ്. അത് ഇനിയും ഏറെക്കാലം മലയാളിയുടെ അസീമ വിസ്തൃതമായ നീലനിർഭരമായ വ്യോമസീമയിൽ പാറിക്കളിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ അവസാനിപ്പിക്കും. വളരെ നന്ദി മാഷെ. പ്രൊഫസർ നാരായണൻ മാസ്റ്റർ കേരള സോഷ്യൽ സെന്ററിൻ്റെ മൊമെൻറ്റോ നൽകുന്നതിന് ജനറൽ സെക്രട്ടറി ശ്രീ നൗഷാദിനെ ക്ഷണിക്കുന്നു. മാഷക്ക് ഒരു പുസ്തകം നൽകുന്നതിന് ലൈബ്രറിയൻ ദിനേഷിനെ ക്ഷണിക്കും. നമുക്ക് മലയാളം മിഷൻ അഭിമാനിക്കാവുന്ന
ഒരു പുരസ്കാരം മലയാളം മിഷൻ്റെ UA കോർഡിനേറ്റർ ശ്രീ KL ഗോപിക്ക് ഭാഷാമയൂരം അവാർഡ് ലഭിച്ച വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിന് മൊമെൻ്റോ നൽകുന്നതിന് പ്രൊഫസർ നാരായണൻ മാഷോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഗോപിക്ക് മലയാളം മിഷൻ്റെ പൊന്നാട അണിയിക്കുന്നതിന് കേരള സോഷ്യൽ സെൻ്ററിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് അൻസാരി സൈനുദ്ദീനെ ക്ഷണിക്കുന്നു. ശ്രീ ഗോപിക്ക് ഒരു പുസ്തകം നൽകുന്നതിന് ലൈബ്രറിയോട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 2 വിശിഷ്ടാതിഥികൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഇവിടെ അവർ വിളിച്ച് നമുക്ക് ഒരു വേദിയിൽ കയറ്റി പ്രസംഗിപ്പിക്കാനുള്ള ഒരു നിയമപരമായ തടസ്സങ്ങളുള്ളത് കൊണ്ട് ചെറിയൊരു ഉപഹാരം പുസ്തകം നൽകുന്നതിന് ലൈബ്രറിയോട് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട മീരാഭായ് ടീച്ചറോടും ശ്രീ ജിനനോടും സ്നേഹപൂർവ്വം ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മീരാഭായ് ടീച്ചർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ശ്രീ ജിനൻ അവരുടെ ഹസ്ബൻഡ് അറിയപ്പെടുന്ന ഒരു കവി കൂടിയാണ്. വളരെ സന്തോഷം. പ്രൊഫസർ നാരായണൻ മാസ്റ്റർക്കുള്ള ശക്തി തിയേറ്റേഴ്സിൻ്റെ മൊമെൻ്റ് നൽകുന്നതിന് ജനറൽ സെക്രട്ടറി സി ആദിനേശ്വരി. മലയാളം കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കുറച്ചുകൂടി നൽകാൻ ബാക്കിയുണ്ട്. അത് പ്രീത ടീച്ചറെ ക്ഷണിക്കുന്നു. മലയാളം മിഷൻ കഴിഞ്ഞ വർഷം നടത്തിയ കണിക്കുന്ന സൂര്യകാന്തി ആമ്പൽ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കുട്ടികൾക്ക് ഉള്ള സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഇവിടെ എത്തിയ കുട്ടികളൊന്നും സ്റ്റേജിൻ്റെ മുന്നിലോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പേര് വിളിക്കാം. മുഹമ്മദ് ഒമർ, മുഹമ്മദ് വാദി. മുഹമ്മദ് വാദിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നാരായണൻ മാഷിനോട് അഭ്യർത്ഥിക്കുന്നു. മിഥുൻ രാജേഷ്, സെബിൻ റജീസ്, മുഹമ്മദ് അമാൻ അൽത്താഫ്, പാർവതി ജ്യോതിഷ്, ആരതി പ്രഭ SA, മുഹമ്മദ് ഫർഹാൻ റസാഖ്, അബ്ദുള്ള അഹമ്മദ്, ദേവജ് നായർ, ദേവജ്, കാതറിൻ നോയൽ, ഇവ ജോബി തൈക്കാട്, തനിഷ്ക ദിബുലാൽ,
താങ്ക് യു. നമ്മുടെ അതിഥി പ്രിയപ്പെട്ട കവി ശ്രീ ജനൻ മാസ്റ്റർ ഒരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ സംഭാവന നൽകുന്നു എന്ന് പറയുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ലൈബ്രറിയെ. ശ്രീ ഗോപി രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ മറ്റൊരു പുസ്തക പ്രകാശനം കൂടിയുണ്ട്, അത് കഴിഞ്ഞ് പോകാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, പ്രിയപ്പെട്ട നാരായണൻ മാഷ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കേരള സോഷ്യൽ സെൻറ്റർ, ശക്തി, മലയാളം മിഷൻ അംഗങ്ങളെ, ഇവിടെ ഒരു നന്ദി പറയേണ്ട കാര്യമില്ല. ഒരു കുടുംബത്തിലിരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട കാര്യമില്ല. എങ്കിലും UAE സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുരസ്കാരം. ഈ പുരസ്കാരം എനിക്ക് ലഭിച്ച ഒരു പുരസ്കാരം എന്നതിന് അപ്പുറത്ത് നമുക്ക് ലഭിച്ച പുരസ്കാരം എന്ന രീതിയിൽ ആണ് ഞാനതിനെ കാണുന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആ സന്തോഷം നിങ്ങളോടൊപ്പം തന്നെ ഞാനും പങ്കുവയ്ക്കുകയാണ്. നന്ദി. അടുത്തത് ഒരു പുസ്തക പ്രകാശനമാണ്, ആശാമരത്തിൻ്റെ ചില്ലകൾ. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി അംഗം അനീഷിനെ ക്ഷണിക്കും. സഹൃദയരെ, ജീവിത ദുഃഖങ്ങളുടെ ശബ്ദമില്ലാത്ത ഘോഷയാത്ര നടത്തി മലയാളികളുടെ വായനയെ ലഹരിയായി മാറ്റിയ ഒരു പെരുന്തച്ഛൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സ്റ്റേജിൽ വെച്ച് ഇന്നൊരു പുസ്തക പ്രകാശനം നടത്താൻ പറ്റുക എന്നുള്ളത് തന്നെ ധന്യതയാർന്ന അവസരമാണ്. ആശാമരത്തിലെ ചില്ലകൾ എന്ന കവിത ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതിനു മുമ്പായി അതെഴുതിയ ഷാ പുതിയരത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മലപ്പുറത്ത് പുതിയരത്ത് എന്ന ഗ്രാമപ്രദേശത്ത് നിന്നും NMDCയിലെത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. കൈരളി കൾച്ചറൽ ഫോറത്തിൻ്റെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പ്രൊഫസർ MM നാരായണൻ മാഷാണ്. അത് ഏറ്റുവാങ്ങുന്നത് ശ്രീ KL ഗോപിയാണ്. അവർ രണ്ടുപേരെയും അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ ശ്രീ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് മുന്നിൽ കൂപ്പുകൈ. പ്രിയ കഥാകൃത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഇന്ന് ഇവിടെ നമുക്ക് ലഭിച്ചത് അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിത്വത്തെയാണ് ശ്രീ പ്രൊഫസർ MM നാരായണൻ സാർ. അദ്ദേഹം MES കോളേജിലെ MES പൊന്നാനി കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായിരുന്നു. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആണ് ശ്രീ MM നാരായണൻ മാഷ്. ശ്രീ MT വാസുദേവൻ നായരെക്കുറിച്ച് വളരെ ലളിതവും
ഹൃദ്യവുമായ ഒരു അനുസ്മരണ പ്രഭാഷണമാണ് ഇന്ന് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി നടത്തിയത്. അദ്ദേഹത്തോടുള്ള എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും അബുദാബി ശക്തി തിയേറ്റേഴ്സ്, കേരള സോഷ്യൽ സെൻറ്റർ, മലയാളം മിഷൻ അബുദാബി ചാപ്റ്റർ എന്നിവയ്ക്ക് വേണ്ടിയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി ശ്രീ നാരായൺ സർ. അതോടൊപ്പം മലയാളം മിഷൻ പ്രവർത്തനങ്ങൾക്ക് UAE-യിൽ ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ UAE കോർഡിനേറ്റർ ശ്രീ KL ഗോപി സർ, അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായും UAE-യിൽ മലയാളം മിഷൻ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ അതിൻ്റെ കോർഡിനേറ്ററാണ്. അബുദാബിയിൽ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2017 മുതലാണ്. അതിനു മുൻപ് തന്നെ കേരള സോഷ്യൽ സെൻറ്റർ മലയാളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ പോലും മലയാളം മിഷൻ എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തി തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും മാർഗനിർദ്ദേശവും നൽകി എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് ശ്രീ KL ഗോപി സർ. അബുദാബി മുതൽ റാസൽ കൈമ വരെയും മലയിലും മറ്റ് എല്ലാ ചാപ്റ്ററുകളിൽ ഓടി നടന്നുകൊണ്ട് മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് ഈ വർഷം അദ്ദേഹത്തിന് ഭാഷാ മയൂരം പുരസ്കാരം നൽകുന്നതിലൂടെ കേരള സർക്കാർ നടത്തിയത്. അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കാൻ നമുക്ക് കിട്ടിയ ഒരവസരം വളരെ ധന്യമായ ഒരു മുഹൂർത്തമായി ഞങ്ങൾ കാണുകയാണ്. അബുദാബിയിലെ മലയാളം മിഷൻ പ്രവർത്തകർക്ക് വേണ്ടിയും കേരള സോഷ്യൽ സെൻറ്റർ, ശക്തി തിയേറ്റേഴ്സ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് കവിത പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പ്രകാശിപ്പിച്ച ശ്രീ ആശാമരത്തിൻ്റെ ചില്ലകൾ എന്ന കവിത രചിച്ച ഷറഫുദ്ദീനോടുള്ള നന്ദി, തുടർന്നും കൂടുതൽ രചനകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അവിചാരിതമായാണെങ്കിൽ ഇവിടെ എത്തിപ്പെട്ട കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീമതി മീരാബായി, കവി കൂടിയ ശ്രീ ജിനൻ മാഷ് എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങ് ധന്യമാക്കി തീർത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും കൊണ്ടാണ് ഈ ചടങ്ങ് വിജയിച്ചത്. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി കേരള സോഷ്യൽ സെൻറ്ററിനും മലയാളം മിഷൻ അബുദാബി ചാപ്റ്ററിനും ശക്തി തിയേറ്റേഴ്സ് അബുദാബിയുടെയും നന്ദി നിങ്ങൾ ഓരോരുത്തരോടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.